വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ-ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രൗഢമായ 2 പ്രഭാഷണങ്ങൾ കഴിഞ്ഞ് ഏതാണ്ട് സദസ്സ് പിരിയാൻ ഇരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ മികച്ച അല്ലെങ്കിൽ മാതൃക സംഘാടകൻ എന്ന വിഷയം അവതരിപ്പിക്കേണ്ടത്. രസകരമായി ഞങ്ങളൊക്കെ ട്രെയിനിങ് ലോകത്ത് പറയാറുള്ളൊരു കഥയുണ്ട്. ഒരു തണുത്ത പ്രഭാതത്തിൽ വളരെ പ്രതികൂലമായൊരു കാലാവസ്ഥയിൽ കുന്നിൻ പുറത്തുള്ള ഒരു പള്ളിയിലേക്ക് കുർബാനയ്ക്ക് ഓടിയെത്തുന്ന ഒരു ആട്ടിടയൻ്റെ കഥയാണ്. ആ ആട്ടിടയും വലിയ ആവേശത്തോടുകൂടി കുന്നിന് മുകളിലെത്തി അച്ഛനെ വിളിച്ചു. അച്ഛൻ പള്ളിയുടെ പാരിഷ് ഹാളിൻ്റെ തൊട്ടപ്പുറത്തിരുന്ന് ഒരു തണുപ്പ് താങ്ങാനാവാതെ ചൂട് പിടിച്ച് വിറക് കത്തിച്ച് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ അടുത്ത് ചെന്നിരുന്ന് ഈ സുഹൃത്ത് ചോദിച്ചു, അച്ഛൻ ഞാൻ ഒരുപാട് ദൂരം താണ്ടി കഷ്ടപ്പെട്ട് വരികയാണ്. മാത്രമല്ല ഇഷ്ടംപോലെ ആടുകൾ നോക്കുന്ന ഒരു വലിയ പ്രാരാബ്ധക്കാരനാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് കുർബാന പെട്ടെന്ന് തുടങ്ങി അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി എൻ്റെ ജോലി ചെയ്യാൻ. അച്ഛൻ പറഞ്ഞു, സ്നേഹിത ഇന്ന് എന്താണെന്നറിയില്ല, തണുപ്പ് കൂടുതലുള്ളത് കൊണ്ടാവാം ആരും വന്നിട്ടില്ല, നീ മാത്രമേ ഉള്ളൂ. നിനക്കൊരാൾക്ക് വേണ്ടി ഞാൻ ഇത്ര വലിയൊരു കുർബാനയും ഒരു പ്രസംഗമൊന്നും നടത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇന്ന് തൽക്കാലം നമുക്ക് 2 പേർക്കും തീ കാഞ്ഞ് ദൈവത്തെ ഓർത്ത് പിരിഞ്ഞു പോകാം എന്ന് പറഞ്ഞപ്പം ആ ആട്ടിടയും തിരിച്ചു ചോദിച്ചു, പ്രിയപ്പെട്ട അച്ചോ, അങ്ങ് എന്നോട് ക്ഷമിക്കണം, ഞാനൊരു സാധാരണ ആട്ടിടയനാണ്, കർഷകനാണ്, വിവരക്കേടുണ്ടെങ്കിൽ പൊറുക്കണം. എനിക്ക് 200 ആടുകളുണ്ട്. ആ 200 ആടുകൾ എൻ്റെ അടുത്ത് വന്ന് ഞാൻ പോറ്റുന്നതിനിടയിൽ ഏതെങ്കിലും ഒരാട് വിശന്ന അവശനായി നാവ് നീട്ടി വയറ് കാലിയായി കരഞ്ഞ അവശനായി എൻ്റെ മുന്നിൽ വന്ന് ഭക്ഷണം ചോദിച്ചാൽ നീ ഒറ്റക്ക് വന്നാൽ തരില്ല, നീ പോയി 200 ആടിനെയും കൂട്ടിയിട്ട് വാ എന്നിട്ടേ തരൂ എന്ന് ഞാൻ പറയാറില്ല അച്ചോ, അതൊരു മര്യാദക്കേടാണ്. അച്ഛനത് വല്ലാതെ പ്രയാസമായി. ഇത് ഒരു കുത്തുവാക്കാണെന്ന് തോന്നി ഓടിച്ചെന്ന് ലോഹയണിഞ്ഞ് പാരിഷ് ഹാളിൽ ചെന്ന് തൻ്റെ കുർബാന ആരംഭിച്ചു. അന്ന് ഈ സുഹൃത്തിനോടുള്ള ദേഷ്യം കൊണ്ട് കുർബാന കുറച്ച് നീളം കൂട്ടി. 1/2 മണിക്കൂർ കൊണ്ട് തീരേണ്ട കുർബാന 1 മണിക്കൂർ നീണ്ടു. സാധാരണ അതിനുശേഷം ഒരു 1/2 മണിക്കൂർ നടത്തുന്ന ഒരു അനുഗ്രഹ പ്രഭാഷണം അന്ന് 3/4 മണിക്കൂർ നേരം നടത്തി. 1 മണിക്കൂർ കൊണ്ട് രണ്ടും കഴിഞ്ഞ് തിരിഞ്ഞു പോകേണ്ടെന്ന ഈ സ്നേഹിതൻ മുട്ടുംകാലിലിരുന്ന് ഏതാണ്ട് 2 മണിക്കൂർ സമയം അച്ഛനെ കേൾക്കേണ്ടി വന്നു. അസഹ്യമായി തളർന്ന് പരവശനായി താങ്ങാനാവാതെ ഈ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പിരിഞ്ഞു പോകുമ്പോൾ അച്ഛനോട് ചോദിച്ചു, അച്ചോ ഞാനൊരു ആട്ടിടയനാണ്, സാധാരണ കർഷകനാണ്, 200 ആടുകളെ പോറ്റുന്ന ഒരാളാണ്. എൻ്റെ ആട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ആട് വിശന്ന അവശനായി എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ 200 ആടിന് എടുത്തു വെച്ചതും ഒരാടിന് കൊടുക്കാറില്ല അച്ചോ. അതുകൊണ്ട് വന്ന ആടിനുള്ളത് അപ്പോൾ കൊടുക്കും, പിന്നുള്ളത് പിന്നെ കൊടുക്കും എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു സമ്മേളനത്തിന് നിറയെ കിട്ടേണ്ട ഗംഭീരമായ പ്രഭാഷണങ്ങൾ ഈ സദസ്സിൽ ആവോളം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നെപ്പോലെ ഒരു ചെറുപ്പക്കാരൻ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു വേദികളിലെ ഇത്തരത്തിലൊരു വിദ്യാർത്ഥിയുടെ സാന്നിധ്യത്തിന് അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള ഒരു പുതുതലമുറയുടെ സാന്നിധ്യത്തിന് വലിയ പ്രസക്തിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം അവരെടുത്തതിൻ്റെ ഒരു പകുതി സമയം എടുത്ത് മികച്ച അല്ലെങ്കിൽ മാതൃകാ സംഘാടകൻ എന്ന ഒരു പൊരുളേറിയ വിഷയത്തെ എനിക്ക് മുമ്പ് നടന്ന വളരെ പ്രൗഢമായ 2 പ്രഭാഷണങ്ങളെയും ചേർത്ത് വെച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വലിയ ഉപകാരം എന്ന് പറയുന്നത് കബീർ സാഹിബിൻ്റെ ഗഹനമായ വളരെ ഹൃദയസ്പൃക്കായ ഒരുപക്ഷെ വളരെ ആത്മീയ സാന്നിധ്യമുള്ള ഒരു പ്രഭാഷണം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് ചേർത്ത് എനിക്ക് പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മാതൃകാ സംഘാടകൻ്റെ അതിൻ്റെ മൂല്യങ്ങളെ അല്ലെങ്കിൽ ഒരു മുസ്ലിം ലീഗുകാരൻ്റെ ഹൃദയത്തിൽ ചേർന്ന് നിൽക്കേണ്ടുന്ന സന്ദേശങ്ങളെ അത് പുതിയ കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തമാണെന്നുള്ളത് വളരെ കൃത്യമായി അദ്ദേഹം ഹൃദയസ്പർക്കായി പറഞ്ഞു കഴിഞ്ഞു. അതിനോട് ചേർത്ത് ഒരു സംഘാടനത്തിൻ്റെ മികവ് അന്വേഷിക്കുന്ന, നേരത്തെ ഇവിടെ സാദിഖ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ഒരു പുതിയ കാലഘട്ടത്തിന് ഉചിതമായ ഒരു നേതൃത്വത്തെ കൊതിച്ചു നിൽക്കുന്ന ഒരു കാലത്ത് നമുക്കിടയിൽ ഉണ്ടാവേണ്ടുന്ന മാതൃകാ സംഘാടനത്തിൻ്റെ ചില ഗുണവശങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ തന്നെ പശ്ചാത്തലത്തിലിരുന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ 3 തലങ്ങളുണ്ട്. വിശദീകരണം ഒഴിവാക്കാൻ ഞാൻ അതിന് 3 ഉപമകളായിട്ട് മാത്രം പറയുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരു 20 വയസ്സുവരെയുള്ള ഏതാണ്ട് 25 വയസ്സ് കഴിഞ്ഞ് തൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെയുള്ള ഒരു കാലഘട്ടമുണ്ട്. രണ്ടാമത് 25 വയസ്സിന് ശേഷം 40 വയസ്സ് വരെയുള്ള പ്രവാചകൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ദശയുണ്ട്, ഒരു ഘട്ടമുണ്ട്. മൂന്നാമത്തത് 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള പ്രവാചകൻ്റെ ഒരു കാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിനെ ക്രമീകരിക്കാവുന്ന 3 ഘട്ടങ്ങളാണ്. ഒന്ന് പ്രവാചകൻ്റെ 25 വയസ്സ് വരെയുള്ള ഒരു കാലം, പിന്നീട് പ്രവാചകന്റെ കൗടംബിക വ്യവഹാരത്തിൻ്റെ ഏറ്റവും ഹൃദ്യമായ അനുഭവങ്ങളുള്ള 40 വരെയുള്ളൊരു കാലം,
പിന്നീട് 40 മുതൽ 63 വരെയുള്ള നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പരിശുദ്ധ പ്രവാചകന്റെ പ്രബോധനത്തിന്റെയും നുബൂവത്തിന്റെയും ഹിജറയുടെയും അതുപോലെ ഇസ്ലാമിക മൂല്യങ്ങളുടെയും മക്ക വിജയത്തിന്റെയും ഒക്കെ വലിയ പ്രൗഢമായ ചരിത്രങ്ങൾ കൈമാറുന്ന ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ, നവീകരണത്തിന്റെ, ശാക്തീകരണത്തിന്റെ ഒരു 23 വർഷക്കാലം. ഈ മൂന്ന് കാലങ്ങളാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ലോകൈക ഗുരുവായ, ലോകത്തിന്റെ നായകനായ, ലോക സമൂഹത്തിന്റെ മുന്നിൽ മൂല്യത്തോടുകൂടി ഒരു ശക്തിയെ, ഒരു ചിന്തയെ സമർപ്പിക്കുന്ന പ്രവാചകന്റെ ജീവിതത്തിന്റെ 3 ഘട്ടങ്ങൾ. ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു നേതാവ് എന്ന നിലയിൽ, ഓരോ ശാഖകളിലെയും വളരെ തലയെടുപ്പുള്ള, വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രം സംഗമിക്കുന്ന ഒരു വേദി എന്നാണ് ലത്തീഫ് സാഹിബിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഈ മലപ്പുറം ജില്ല പോലെയുള്ള മുസ്ലിം ലീഗിന്റെ ഒരു തറവാട്ടിലെ ഏറ്റവും ശ്രദ്ധേയരായ നേതൃത്വത്തെ കൊണ്ട് അനുഗ്രഹീതമായ ഈ വേദിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു നേതൃത്വത്തിന്റെ മാതൃക തീർക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, മുസ്ലിമിന്റെ ഏറ്റവും ഹൃദ്യമായ മാതൃക അത് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പ്രവാചകനേക്കാൾ വലിയൊരു മാതൃക മുസ്ലിം ലോകത്തില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ വലിയൊരു നേതാവിനെ നമുക്ക് പഠിക്കാനില്ല. ലോകത്തിന്റെ നിഖില മേഖലകളെയും ഒരേപോലെ ജീവിതത്തിൽ കടന്നു വന്ന് അതിന് നേരിടേണ്ടി വന്ന, അതിനെ പ്രതിരോധിച്ച, ജീവിതത്തിൽ ആ വലിയ മൂല്യങ്ങളെ മുഴുവനും പ്രകാശിപ്പിച്ച ഒരു നായകൻ ചരിത്രത്തിൽ അന്നോളം ഉണ്ടായിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ. ഒരു സമൂഹത്തിന്റെ ഒരു നേതാവ് തന്റെ ദൗത്യം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ എന്റെ പണി പൂർത്തിയാക്കി ഏൽപ്പിച്ച കടമകൾ നിർവഹിച്ചു കൃത്യമായി കൈമാറി ജനമാകുന്ന നിങ്ങൾ സാക്ഷിയല്ലേ എന്ന് ചോദിച്ച ആദം നബി മുതൽ അവസാനത്തെ പ്രവാചകൻ തിരുനബി വരെയുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ചരിത്രത്തിൽ ഒരൊറ്റ നായകനെ അങ്ങനെയുള്ളൂ. തന്റെ ദൗത്യം പൂർത്തീകരിച്ചുവെന്ന് അവകാശബോധത്തോടുകൂടി ലോകത്തോട് സംസാരിച്ച ഒരൊറ്റ നായകൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അങ്ങനെ തന്റെ ദൗത്യത്തെ പൂർത്തീകരിച്ച പ്രവാചകന്റെ ജീവിതം എന്തുകൊണ്ട് മികച്ചതായി? ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകനിൽ നിങ്ങൾക്കൊരു മികച്ച മാതൃകയുണ്ട് എന്ന പഠനം എന്തുകൊണ്ട് പ്രസക്തമായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ആ വലിയ മോഡൽ, ഒരു ലീഡർഷിപ്പിന്റെ മാതൃക എങ്ങനെയാണ് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു അന്വേഷണമായി മാറുന്നത്? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന നേതാവിനെ അള്ളാഹു വളർത്തിക്കൊണ്ടുവന്ന ഒരു രീതിയുണ്ട്. അതിനുവേണ്ടി അള്ളാഹു സമീപിച്ച, അള്ളാഹു സ്വീകരിച്ച ഒരു ഹിക്മത്തുണ്ട്. അത് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ വിഷയങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടില്ല. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ആ അർത്ഥത്തിലുള്ള ദൗത്യങ്ങളുടെ പൂർത്തീകരണത്തിൽ അങ്ങനെ ഒരു സമീപന രീതി ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിച്ചും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന മേഖലയെ അള്ളാഹു ക്രമീകരിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ എന്ന വ്യക്തിയിൽ നിങ്ങൾക്ക് ഉസ്വത്തുണ്ട് എല്ലായിടത്തും. ചില പ്രവാചകന്മാർ കുടുംബജീവിതത്തിൽ വിജയിച്ചില്ല, ചില പ്രവാചകന്മാർ മക്കളുമായുള്ള സമ്പർക്കത്തിൽ ജയിച്ചില്ല, ചില പ്രവാചകന്മാർ തന്റെ ആരോഗ്യ മേഖലകളിൽ ഒരു സമൂഹത്തിന് മാതൃകയാകാൻ കഴിഞ്ഞില്ല, ചില പ്രവാചകന്മാർ ഒരു സമൂഹത്തെ സംഘടിപ്പിച്ചു നിർത്തുന്നതിൽ വിജയിച്ചില്ല, ചില പ്രവാചകന്മാർ നാട്ടിലുണ്ടായിരുന്ന വലിയ അർത്ഥത്തിലുള്ള വ്യതിരക്തതകളെ ഒന്നിപ്പിച്ചു നിർത്തുന്നിടത്ത് വിജയം കണ്ടില്ല. അങ്ങനെ പ്രവാചകന്മാർ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം വരുന്നതിന് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാം ഏതെങ്കിലും ഒരു മേഖലയിൽ വലിയ നിരാശ പ്രകടിപ്പിച്ചിരുന്നു അവസാന കാലത്ത്. പക്ഷെ പരിശുദ്ധ പ്രവാചകന് നിരാശയില്ല. പരിശുദ്ധ പ്രവാചകൻ പൂർത്തീകരിക്കാത്ത, തനിക്ക് സംതൃപ്തി കൈവരിക്കാത്ത മേഖലയേ ഇല്ല. അതുകൊണ്ടാണ് മൻ ഖാല റദീന ബില്ലാഹി റബ്ബ, ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ റദീന ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ കൊണ്ട് എനിക്ക് വിശ്വാസം എന്നല്ല തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ, വബി വബിൽ ഇസ്ലാമി ദീന, മതമാകുന്ന ഇസ്ലാമിനെ കൊണ്ട് വിശ്വാസം എന്നല്ല തൃപ്തിപ്പെട്ടു എന്നൊരാൾ പറഞ്ഞാൽ, വബി മുഹമ്മദിൻ നബിയ, പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ചു എന്നല്ല തൃപ്തിപ്പെട്ടു എന്നൊരാൾ പറഞ്ഞാൽ, ആ പ്രഖ്യാപനം ഒരു സാധാരണ പ്രഖ്യാപനമല്ല, അത് തൃപ്തിയാണ്. എന്റെ നേതാവിൽ എനിക്ക് തൃപ്തി, എന്റെ മതത്തിൽ എനിക്ക് തൃപ്തി, എന്റെ കാഴ്ചപ്പാടുകളിൽ എനിക്ക് തൃപ്തി, അങ്ങനെ എന്റെ മുന്നിൽ അവതരിക്കപ്പെട്ട മൂല്യങ്ങളിലെല്ലാം എനിക്ക് പരമമായ തൃപ്തിയുണ്ട് എന്ന് പറയാൻ ഒരാൾക്ക് സാധിച്ചാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗാവകാശിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ പ്രശ്നം വിശ്വാസമല്ല. വിശ്വാസികളുണ്ട്, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾബലത്തിൽ വിശ്വാസവും പള്ളികളും ഇസ്ലാമികമായ വേദികളും പ്രഭാഷണങ്ങളും പ്രാർത്ഥനാ സദസ്സുകളും ഒക്കെ ആളുകളെ കൊണ്ട് നിർഭരമാണ്. പക്ഷേ വിശ്വാസികൾക്ക് തൃപ്തി ഉണ്ടാകുന്നില്ല, തൃപ്തികരമായ പ്രവൃത്തികൾ ഉണ്ടാകുന്നില്ല, തൃപ്തികരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല, തൃപ്തികരമായ സംവേദനങ്ങൾ ഉണ്ടാകുന്നില്ല, തൃപ്തിപരമായ നീക്കിയിരിപ്പുകൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഉണ്ടാവാത്ത കാലത്ത് റിള എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വലിയ ബോധനം ഇല്ലാതാകും. പരിശുദ്ധ പ്രവാചകന്റെ പ്രത്യേകത നോക്കൂ നിങ്ങൾ, ഞാനീ പറഞ്ഞ 3 ഘട്ടങ്ങളാണ്. നിങ്ങൾ എന്ന നേതാവിനെ, ഞാൻ എന്ന നേതാവിനെ അളക്കേണ്ടത് അങ്ങനെയാണ്. ഞാനീ പറയുന്നതെല്ലാം സമൂഹത്തെ കുറിച്ചല്ല, എന്നെ കുറിച്ചാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചുമാണ്. അങ്ങനെ ഹൃദയത്തിൽ തൊട്ടൊന്ന് കേട്ടുവെച്ച് സ്നേഹത്തോടെ അവനവനെ കുറിച്ചൊന്ന് വിചാരണ ചെയ്യാൻ ഈ സദസ്സ് പിരിയുമ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ.
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 25 വയസ്സുവരെ പ്രവാചകൻ ഇസ്ലാമിക ദർശനം പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ കയ്യിലില്ല. തൗഹീദിന്റെ ആ വജസ് ലോകത്ത് പറയാൻ പ്രവാചകനെ ഏൽപ്പിച്ചിട്ടില്ല. ജാഹിലിയ എന്ന ഇരുണ്ട യുഗത്തിന്റെ ആ സമൂഹത്തിന്റെ മൂല്യക്കെടുതിയുടെ സാംസ്കാരിക ചുതിയുടെ ആഴത്തിനിടയില പ്രവാചകൻ കടന്നു വരുന്നത്. എന്നിട്ടും പ്രവാചകൻ അൽ അമീൻ എന്ന പേര് വാങ്ങുന്നു. ഒന്നാമത്തെ ഘട്ടം അതാണ്. സത്യസന്ധൻ എന്ന പേര് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ദൗത്യം ഏറ്റെടുത്തിട്ടില്ലാത്ത കാലത്ത് പ്രവാചകൻ വാങ്ങുന്നു. ഏറ്റവും നല്ല ചെറുപ്പക്കാരൻ എന്ന ആളുകൾ വിളിച്ചു പറയുന്നു. സത്യസന്ധനായ സുമുഖനായ ഒരു കുലീനനായ ഒരു യുവാവ് എന്ന ആളുകൾ വിളിച്ചു പറയുന്നു. അങ്ങനത്തെ കൗമാരക്കാരൻ, ഒരു തെറ്റുപോലും അനുകരിക്കാത്ത ഒരു കൗമാരക്കാരൻ, അങ്ങനെയുള്ള ഒരു ബാല്യം, അങ്ങനെ ജീവിതത്തിൽ ഇടപാടുകൾ ചെയ്തെടുത്തെല്ലാം മാന്യൻ. കച്ചവട സംഘത്തിന്റെ കൂടെ പോയാൽ ഏറ്റവും നല്ല കണക്കും ഏറ്റവും നല്ല സാമ്പത്തിക വിശുദ്ധിയും പുലർത്തുന്ന ഒരാൾ. 25 വയസ്സുവരെ ഒരു വ്യക്തി എന്ന നിലയിൽ പ്രവാചകനെ കുറിച്ച് ഒരു നേരിയ അഭിപ്രായ വ്യത്യാസം പോലും, തൃപ്തിക്കുറവ് പോലും സാമാജിക ലോകത്തില്ല, സമൂഹത്തിന് മുന്നിലില്ല. പ്രവാചകൻ ജയിച്ചത് ആദ്യം വ്യക്തി തലത്തിലാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ മികച്ച മാതൃക സൃഷ്ടിക്കാൻ പ്രവാചകന് കഴിഞ്ഞു. അന്ന് മതമില്ലാത്ത കാലത്ത്, തൗഹീദ് എന്ന് പറയാൻ തന്റെ പ്രവാചകരെ ഈ ദൗത്യം ഏൽപ്പിച്ചിട്ടില്ലാത്ത കാലത്ത്, ഒട്ടകത്തിന്റെ മൂക്ക് കയർ പിടിച്ചു മരുപ്പറമ്പിലൂടെ അലഞ്ഞു നടന്നിരുന്ന സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു ജനത ജീവിച്ച കാലത്ത്, മനുഷ്യന് മദ്യപിച്ച് മതോന്മത്തരായ മതിരക്ഷകളുടെ മടിത്തട്ടിൽ തലചായ്ച്ച് കിടന്നുറങ്ങിയിരുന്ന അപരിഷ്കൃതരായ ഒരു ജനതയുള്ള കാലത്ത് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മികച്ച വ്യക്തിയാകുന്നിടത്ത് വിജയിക്കുന്നു. ഒന്ന്, അല്ലമീൻ എന്ന പേര് ആ കാലഘട്ടത്തിൽ നേരുന്നു. എന്നിട്ട് പ്രവാചകൻ എന്ന കച്ചവടക്കാരനെ ഒരാൾ നിരീക്ഷിക്കുകയാണ്. എന്ത് മാന്യനായ കച്ചവടക്കാരൻ, എന്ത് മാന്യനായ ഇടപാടുകാരൻ, എന്ത് സത്യസന്ധമായ സാമ്പത്തിക സൂക്ഷ്മതയുള്ള വ്യക്തി. ആ വ്യക്തിയിലേക്ക് 2 തവണ വിവാഹം കഴിഞ്ഞ ഒരു ഭാര്യ തന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങയുടെ ഭാര്യയാകാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന്. ഖദീജ ബിവിയോടൊപ്പമുള്ള ജീവിതം ആരംഭിക്കുന്നു പരിശുദ്ധ പ്രവാചകൻ. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള കാലം ഏതാണ്ട് 15 വർഷക്കാലം ഖദീജ ബിവിയോടൊത്തുള്ള കുടുംബ ജീവിതമാണ്. അതും 40 വയസ്സുള്ള ഒരു വൃദ്ധയായ സ്ത്രീയോട് 25 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ കുടുംബജീവിതം. ആ കുടുംബജീവിതത്തിലും പരിശുദ്ധ പ്രവാചകൻ മികച്ച മാതൃകകൾ കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. പ്രവാചകന്റെ മക്കൾ അതിലാണ്. ഫാത്തിമയുൾപ്പെടെയുള്ള ലോകത്തിന്റെ വസന്തം പ്രവാചകന് ലഭിക്കുന്നത് അവിടെയാണ്. സമൂഹത്തിനിടയിൽ ഗോത്രങ്ങൾ തമ്മിലുണ്ടായ വലിയ വലിയ പ്രശ്നങ്ങൾ വരെ പരിഹരിക്കുന്ന ഒത്തുതീർപ്പുകാരനായി പ്രവാചകൻ വരുന്നത് കുടുംബത്തിൽ ജയിച്ച പ്രവാചകന്റെ മാതൃകയാണ്. മൂന്നാമത്തത്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് വരുന്നു. അവിടെ അങ്ങോട്ട് വിശദീകരിക്കേണ്ടതില്ല. ഇസ്ലാമിക പ്രബോധനത്തിന്റെ ദൗത്യം ഏറ്റെടുക്കുന്നു പരിശുദ്ധ പ്രവാചകൻ. പിന്നീട് അങ്ങോട്ട് 23 വർഷക്കാലം കൊണ്ട് ലോകത്തിന്റെ നവീകരണത്തിന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നു. എന്തുകൊണ്ട് പ്രവാചകൻ വിജയിച്ചുവെന്ന് ലോകത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ വിശകലനം ചെയ്യുന്നിടത്ത് പറയുന്ന ഘടകം വ്യക്തി, കുടുംബം, സമൂഹം, ഈ 3 തലത്തിൽ ഒരാൾ ജയിക്കുന്നു എന്നതാണ് പ്രവാചക വിജയത്തിന്റെ മാതൃക. വ്യക്തി, കുടുംബം, സമൂഹം എന്നിടത്ത് ജയിക്കുന്നു എന്നതാണ് ഒരു നല്ല നേതാവിന്റെ മാതൃക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നത്തെ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം, വ്യക്തിതലത്തിൽ നന്നായവൻ കുടുംബതലത്തിൽ പരാജയപ്പെടുന്നു, കുടുംബതലത്തിൽ നന്നായവൻ സമൂഹത്തിൽ പരാജയപ്പെടുന്നു, സമൂഹത്തിൽ മികച്ച നേതാവ് വ്യക്തിതലത്തിൽ മോശം, കുടുംബതലത്തിൽ വളരെ മോശം. അങ്ങനെയുള്ളൊരു മനുഷ്യൻ സമൂഹത്തിന് എങ്ങനെയാണ് മാതൃകയാക്കുക? നേതാവായേക്കാം, മാതൃകയാകില്ല. നേതാവായ ആളുകൾ പറഞ്ഞേക്കാം, മാതൃക എന്ന ആളുകൾ ചേർത്ത് വിളിക്കില്ല. കാരണം വ്യക്തിതലത്തിൽ കൊള്ളാത്തവനെ അള്ളാഹു ഏറ്റെടുക്കില്ല. കുടുംബജീവിതത്തിൽ മാന്യനല്ലാത്തവനെ സമൂഹം എത്ര വലിയ നേതാവെന്ന് വിളിച്ചാലും ആളുകൾ അഭിമാനത്തോടെ ചേർത്ത് വെക്കില്ല. ആ സമൂഹത്തിന്റെ മുന്നിൽ വ്യക്തിതലത്തിലും കുടുംബതലത്തിലും സാമൂഹിക തലത്തിലും മികച്ച മാതൃകകൾ തീർക്കാൻ കഴിയുമോ എന്നതാണ് ലീഡർഷിപ്പിന്റെ ഒന്നാമത്തെ ചാലഞ്ച്. പരിശുദ്ധ പ്രവാചകന്റെ ഒരു ഹദീസ്, ഞാൻ 2 ഹദീസുകളാണ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖിയാറു അഇമ്മതികും, ഖിയാറു അഇമ്മതികും, നിങ്ങളിലെ നല്ല നേതാക്കന്മാർ, നിങ്ങളിലെ നല്ല നേതാക്കന്മാർ, അല്ലദീന തുഹിബ്ബൂനഹും വയുഹിബ്ബൂനകും, അല്ലദീന തുഹിബ്ബൂനഹും വയുഹിബ്ബൂനകും, ആ നേതാക്കന്മാർക്ക് അവരെ നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. വയുഹിബ്ബൂനകും, ആ നേതാക്കൾക്ക് നിങ്ങളെയും വലിയ ഇഷ്ടമാണ്. പ്രവാചകൻ പറയാണ്, ആരാണ് മാതൃകാ ലീഡർ എന്ന് പറയുകയാണ്. ആരാണ് സമൂഹത്തിലെ ഏറ്റവും മികച്ച ലീഡർ? പരിശുദ്ധ പ്രവാചകന്റെ 2 വിശദീകരണം, വേറെ ഒരു ക്വാളിറ്റീസും പറയേണ്ടതില്ല. തുഹിബ്ബൂനഹും വയുഹിബ്ബൂനകും, ആ നേതാവിന് നിങ്ങളെ ഇഷ്ടമാണ്, ആ നേതാവിന് നിങ്ങളെ ഇഷ്ടമാണ്, ആ നേതാവിനെയാകട്ടെ നിങ്ങൾക്കും ഇഷ്ടമാണ്. അങ്ങനെ അന്യോന്യം സ്നേഹിക്കുന്ന നേതൃത്വം ശിഹാബ് തങ്ങളെ ഹൃദയം ചേർത്ത് സ്നേഹിച്ചതുപോലെ, കായികമില്ലത്തിനെ ഹൃദയം തീർത്ത് സ്നേഹിച്ചതുപോലെ, ഷിരി സാഹിബിനെയും CH മുഹമ്മദ് കോയ സാഹിബിനെയും നമ്മൾ ചേർത്ത് വെച്ചതുപോലെ, ബാഫക്കി തങ്ങളെ ചേർത്ത് വെച്ചതുപോലെ,
നിങ്ങൾ ഹൃദയത്തിനുള്ളിൽ അവർ നിങ്ങൾക്ക് വേണ്ടി സ്നേഹിച്ചുകൊണ്ടേയിരുന്നു, നിങ്ങൾ അവർക്ക് വേണ്ടി ഇന്നും സ്നേഹം പകുത്തു വെച്ചുകൊണ്ടേയിരിക്കുന്നു. ഇഷ്ടം കൊണ്ട് കീഴടക്കിയ നേതൃത്വം ഒന്ന്. നോക്കണം നിങ്ങൾ, ആ നേതാവിന് വേണ്ടി ഒരു ജനത മുഴുവൻ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവിന് ആരോഗ്യം, ഞങ്ങളുടെ നേതാവിന് ആയുസ്, ഞങ്ങളുടെ നേതാവിന് ആഖിറം, ഞങ്ങളുടെ നേതാവിന് സന്തോഷം, ഞങ്ങളുടെ നേതാവിന് സമാധാനം, ഞങ്ങളുടെ നേതാവിന് അധികാരം. ഒരു ജനത ഒന്നടങ്കം നേതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വയദൂന ലക്കും. ആ നേതാവ് പാതിരാത്രിയുടെ നിശബ്ദതയിൽ കുറ്റിച്ചിറയിലെ പള്ളിയിൽ തഹജ്ജുദ് നമസ്കാരത്തിന് വൈകിയെത്തിയ മനുഷ്യൻ ഒരു റാന്തൽ വിളക്കിൽ ഹൗലൻ കരയിലേക്ക് ചെന്ന് വധുവെടുക്കാൻ പോകുമ്പോൾ, തങ്ങളെ നിങ്ങൾ എങ്ങോട്ടാണ്? എനിക്ക് തഹജ്ജുദ് നമസ്കരിച്ച് അള്ളാഹുവിനോട് പറയാൻ. ഒരു നേതാവ് പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റിട്ടും ഒരു സമൂഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന നേതൃത്വം, അങ്ങനെ ഒരു സമൂഹത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന നേതാവ്. ആ നേതാവിന്റെ കാലമേറെ കഴിഞ്ഞിട്ടും ഇന്നും പാതിരാത്രിയുടെ നിശബ്ദതകളിൽ എഴുന്നേറ്റ് ആ നേതാക്കന്മാരെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം. പ്രവാചകൻ പറയുകയാണ്, അനുയായികൾക്ക് വേണ്ടി മനമൊരുക്കി പ്രാർത്ഥിക്കുന്ന ഒരു നേതാവിനെ നിങ്ങൾ അറിയുമോ? ആ നേതാവിന് വേണ്ടി മനമൊരുക്കി പ്രാർത്ഥിക്കുന്ന അനുയായികൾ അറിയുമോ? ഈ രണ്ട് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അവരാണ് മോഡൽ ലീഡർ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തതോ വശിറാറു അഇമ്മത്തിക്കും. ഇന്ന് ലോകത്തെ വ്യാപകമായി വരുന്നത് എന്താ? പ്രവാചകൻ പറഞ്ഞു, വശിറാറു അഇമ്മത്തിക്കും. മോശപ്പെട്ട ചില നേതാക്കളുണ്ട്. ആ നേതാക്കളെ മനസ്സിലാക്കാൻ നിങ്ങൾ അവരുടെ അംഗസംഖ്യയോ പിൻബലമോ അധികാരമോ മറ്റേതെങ്കിലും മാനദണ്ഡങ്ങളോ വേണ്ട, പരിശോധിക്കേണ്ടതേയില്ല. വളരെ എളുപ്പത്തിൽ ബോധ്യപ്പെടുന്ന പ്രവാചകന്റെ നിർവചനം, വശിറാറു അഇമ്മത്തിക്കും. നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട നേതാവ് ആരാണെന്ന് അറിയുമോ? അവർ തുബഗിലൂനഹും വയുബഗിലൂനകും. ആ നേതാവ് നേരം വെളുത്താൽ വൈകുന്നേരം വരെ ഒരുപാട് പേരെ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കും, ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടേയിരിക്കും, മടുപ്പിച്ചുകൊണ്ടേയിരിക്കും, അസ്വസ്ഥത നൽകിക്കൊണ്ടേയിരിക്കും. പലരുടെയും മനസ്സിൽ ഇത്തരത്തിൽ കുത്തുവാക്കുകൾ കൊണ്ട് നൊമ്പരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പല ഒറ്റപ്പെടുത്തലുകൾ കൊണ്ട് അവരെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും, ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടേയിരിക്കും, വിറളി പിടിപ്പിച്ചുകൊണ്ടേയിരിക്കും. വയുബഗലൂനക്കും. നേതാവിനെ അനുയായികളും ഉറങ്ങാൻ അനുവദിക്കാതെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും, വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും, അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, ദേഷ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കാലം വന്നാൽ, അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നേതൃത്വത്തിന്റെ നഷ്ടമാണ്, പരാജയമാണ്. നബിയുനാ റസൂലുള്ളാഹി. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, പേടിക്കേണ്ട പ്രവാചകന്റെ ഒരു വാക്ക്, വതൽ അനൂഹും വയൽ അനൂക്കും. അനുയായികൾ ആ നേതാവിനെ ഉറക്കിലും ഉണർച്ചയിലും ഒറ്റക്കും കൂടിയിരിക്കുമ്പോഴും ശപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അനുയായികളെ ആ നേതാവും ശപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് എവിടെ പോയാലും കേൾക്കുന്നൊരു മറുപടി, കൂടെയുള്ളവർ കൊള്ളില്ല, കൂടെയുള്ളവർ ശരിയില്ല, അനുയായികൾ പോരാ, നാട്ടുകാർ തീരെ നന്നില്ല, അവർ ഈ സമൂഹത്തിന് നയിക്കാൻ കെൽപ്പില്ല. അവരോട് നിങ്ങൾ ചെന്ന് ചോദിച്ചാലോ, അവർ വളരെ കൃത്യമായി പറയുന്നൊരു വാക്ക്, ഈ നേതാവുള്ള കാലത്തോളം ഞങ്ങൾ നന്നാവില്ല, ഈ നാട് നന്നാവില്ല, മെച്ചപ്പെടില്ല. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു വാക്കുണ്ട്. ഒരു നാട്ടിലൊരു പരിപാടിക്ക് പോയി, മഹല്ല് ശാക്തീകരണത്തിന്റെ ക്ലാസ് എടുത്ത് കഴിഞ്ഞിറങ്ങിപ്പോരുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി സ്നേഹിതൻ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഗസാലി സാഹിബ്, നിങ്ങൾ പറഞ്ഞ ശാക്തീകരണമൊക്കെ ഗംഭീരാണ്, പക്ഷേ ഇതൊന്നും ഈ നാട്ടിൽ നടക്കൂല. ഞാൻ പറഞ്ഞു, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ഇത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത്? അപ്പോൾ അവർ പറഞ്ഞൊരു വാക്ക്, രണ്ടാൾ മരിക്കാതെ ഇതൊന്നും നടക്കുന്ന പ്രശ്നേ ഇല്ല. ഞാൻ പറഞ്ഞു, എന്തൊരു ദ്രോഹമാണ് നിങ്ങൾ പറയുന്നത്, അങ്ങനെ പറയരുത്. രണ്ടാളും മരിക്കാന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ ഒരു വേദനയുള്ള സംഗതിയാണ്. അയാൾ പറഞ്ഞ മറുപടി, ഞങ്ങൾ കഴിഞ്ഞ 8 കൊല്ലമായി പലതും ഈ നാട്ടിൽ നടത്താൻ ശ്രമിക്കുന്നു, പക്ഷെ ആ മനുഷ്യൻ ഒരു സാധനവും നടത്താൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഈ നാടിന്റെ ശാപം ഞങ്ങൾക്ക് മനസ്സിലായി. അത് പ്രതീകമായി മാറാൻ നേതാവിന് കഴിയുമോ? അവരാണ് മാതൃക. അല്ലാഹു അത്തരം കാര്യം നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധ പ്രവാചകൻ പറയുകയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ സാധിക്കുക? നിങ്ങൾ സന്തോഷം കണ്ടെത്തേണ്ടത് നന്മകളിലാണ്. നിങ്ങൾ സന്തോഷം കണ്ടെത്തേണ്ടത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചേർത്ത് നിർത്തുന്നതിലാണ്, സഹകരിക്കുന്നതിലാണ്, വളർത്തുന്നതിലാണ്, ശക്തിപ്പെടുത്തുന്നതിലാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ദുരന്തം, പ്രത്യേകിച്ച് മലയാളികളുടെ ദുരന്തം, നമ്മൾ നഷ്ടപ്പെടുന്നതിലും വേദനിപ്പിക്കുന്നതിലും അറിയാതെ ആനന്ദം കണ്ടെത്തുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഉച്ച കഴിഞ്ഞ് ബിരിയാണിയൊക്കെ കഴിച്ചിരിക്കുന്ന ഒരു സദസ്സാണ്. ഒന്ന് കൈപോക്കും, 2 കൈയും. ഒന്ന് നിങ്ങളെ പേരെന്ന് ഉറക്കെ പറയോ? എല്ലാവരെയും പേര്. ഓക്കെ, തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു സലാം പറഞ്ഞൊന്ന് കൈ കൊടുക്കും.
ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് ഇടങ്ങാറുള്ള പണിയാണ്, എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പഴയ സ്കൂളൊക്കെ പണ്ട് സ്കൂളൊക്കെ പഠിച്ച കാലത്ത് ഓർമ്മിച്ചിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആൾ നന്നായിട്ടൊന്നും നുള്ളൂ. നിങ്ങളൊന്ന് എല്ലാവരും പരസ്പരം നോക്കിയേ. ഇതുവരെ ശാന്തമായി ഇരുന്ന സരസ് എത്ര ഹാപ്പിയാന്ന് നോക്കി നിങ്ങൾ, എത്ര സന്തോഷാന്ന് നോക്കി നിങ്ങൾ. ഞാൻ കൈവെക്കാൻ പറഞ്ഞപ്പോഴല്ല, പേര് പറഞ്ഞപ്പോഴല്ല, സലാം പറഞ്ഞപ്പോഴല്ല, ഒരാളെ നുള്ളിയപ്പോഴാണ് ഈ സരസ് മുഴുവൻ ഒരു ചിരിയും സന്തോഷവും വന്ന്. ഈ ആളുകളൊക്കെ പരസ്പരം നോക്കി വലിയ മനസ്സ് തുറന്നൊന്ന് ആസ്വദിക്കാൻ തുടങ്ങിയത്. ഇത് ചെറിയ നുള്ളലിൽ മാത്രമല്ല, ജീവിതത്തിൽ എവിടെയും പിഞ്ചിങ് ഗിവ്സ് ഹാപ്പിനെസ് എന്നതിലാണ് ഇന്നത്തെ കാലം. ചെറിയ കൊടുക്കലിലാണ് സന്തോഷം, ഒരാളുടെ വീഴ്ചയിലാണ് ആനന്ദം, ഒരാളുടെ ചെറിയ സങ്കടങ്ങളിലാണ് എൻ്റെ അന്നത്തെ ഉറക്ക്. രാത്രി കിടക്കുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ പുതിയൊരു പദമുണ്ട്, പണി കൊടുത്തു എന്നൊരു പദം. പണി കൊടുത്താലാണ് ഒരാളുടെ പണിയാവുക എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ അധ്യാപകർക്ക് പണി കൊടുക്കുന്നു, അധ്യാപകർ കുട്ടികൾക്ക് പണി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. നേതാക്കന്മാർ അനുയായികൾക്ക് പണി കൊടുക്കുന്നു, അനുയായികൾ നേതാക്കന്മാർക്ക് കൃത്യമായി പണി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇത് അനവരതം തുടരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പണി കൊടുക്കലായി മാറുന്നൊരു കാലത്ത് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞ സ്നേഹം ഉണ്ടാവില്ല, പ്രാർത്ഥന ഉണ്ടാവില്ല. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, എങ്ങനെയാ അത് ഉണ്ടാവുക? ഇദാ കാന ഉമറാഉകും ഖിയാറുകും. അതിനുള്ള വഴി ഇദാ കാന ഉമറാഉകും ഖിയാറുകും, നിങ്ങളിലെ നേതാക്കന്മാർ നല്ലവരാകുക. വഅഗ്നിയാഉകും സുമഹാഉകും, നിങ്ങളിലെ പണക്കാർ സമ്പന്നർ അവർ ഉദാര മനസ്സുള്ള, കൈയച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ ദാനം കൊടുക്കുന്നവരാകുക. പത്രപരസ്യങ്ങൾ കൊതിക്കാതെ, തന്റെ കമാനങ്ങളും കട്ടൗട്ടുകളും പ്രതീക്ഷിക്കാതെ, വലിയ സ്ഥാനമാനങ്ങൾ തനിക്കോ തന്റെ ഇഷ്ടപ്പെട്ടവർക്കോ പ്രതീക്ഷിക്കാതെ പണം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന നിസ്വാർത്ഥമായ സുമഹാഉക്കും എന്ന് പറഞ്ഞാൽ തിരിച്ച് പ്രതീക്ഷിക്കുക പോലും ചെയ്യാതെ നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നവർ എന്നതാണ്. ഇസ്ലാമിന്റെ സങ്കല്പം തന്നെ അതാണ്. സദഖ രഹസ്യമാണ്, സകാത്ത് പരസ്യമാണ്. ഇന്ന് സകാത്ത് പരമരഹസ്യമാണ്, സദഖ സമൂഹത്തിന് മുഴുക്കെ അറിയിച്ചുകൊണ്ടാണ്. അത് കാരണം സകാത്ത് നിങ്ങളുടെ ദൗത്യമാണ്, ഡ്യൂട്ടിയാണ്, ബാധ്യതയാണ്. സദഖ നിങ്ങളുടെ മനസ്സിന്റെ വിശാലതയാണ്. മനസ്സിന്റെ വിശാലതയ്ക്ക് തിരിച്ചു പ്രതീക്ഷിക്കലോടുകൂടി എനിക്കൊന്നും വേണ്ട, പക്ഷെ ഞാൻ പറയുന്ന ആൾക്ക് വേണം എന്ന് പറഞ്ഞാലും തെറ്റന്നെയാണ്. അത് സ്വാഭാവികമായും പണത്തിന്റെ ഏറ്റവും വലിയ പരാതിയാണ്. പരിശുദ്ധ പ്രവാചകനോട് ചില അനുയായികൾ വന്നിട്ട് പറഞ്ഞു, സമ്പന്നർ നബിയെ, എനിക്ക് ഒന്നും പറയാനില്ല, ചോദിക്കാനുമില്ല, പക്ഷെ എനിക്ക് ചില ആളുകൾക്ക് വേണ്ടി ചോദിക്കാനുണ്ട്. അതിനുവേണ്ടി ഞങ്ങളുടെ തോട്ടങ്ങൾ തരാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളുടെ പണക്കെട്ടുകളും കിഴികളും നാണയത്തുട്ടുകളും തരാൻ തയ്യാറാണ്. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ഇല്ല, അല്ല, പ്രതീക്ഷിക്കാതെ നിങ്ങൾ ഇരുകൈ അറിയാതെ കൊടുക്കാൻ കഴിയുന്ന മനസ്സിന്റെ വിശാലതയുള്ള, ആ ഔദാര്യമുള്ള